അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വർക്ക് ബുക്കിൽ നമ്മൾ അഖ്ലാഖിൻ്റെ 1ാമത്തെ പാഠത്തിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാഠഭാഗം മുഴുവനായും വായിച്ച് പഠിച്ച് അതിലുള്ള വാക്കുകളും മറ്റൊക്കെ എഴുതി പഠിച്ച ശേഷം മാത്രം വർക്ക് ബുക്ക് എടുത്ത് പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് രക്ഷിതാക്കളെ സന്നിധിയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഉസ്താദുമാരുടെ മുന്നിൽ വെച്ചിട്ടോ ആണ് വർക്ക് ബുക്ക് ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തനം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ രക്ഷിതാക്കളോ അതല്ലെങ്കിൽ ഉസ്താദുമാരോ ഉണ്ടായിരിക്കണം. ഇവിടെ പാഠം 1ാമത്തെ പാഠമായിരുന്നു ഒരു നല്ല മോൻ. അനസ് മോനെ പറ്റി നമ്മൾ പഠിച്ചു. ആ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഇതിലുള്ളത്. അതിൽ 1ാമത്തെ പ്രവർത്തനം ഇങ്ങനെയാണ്: നമുക്കെഴുതാം. എന്താണ് എഴുതി കൊടുക്കേണ്ടത്? അവിടെ ചോദ്യം തന്നിട്ടുണ്ട്. 1, ഉപ്പ അനസ് മോനോട് സലാം പറഞ്ഞു. ഇനി സലാം പറയുന്ന രൂപമാണ് ഇവിടെ കൊടുക്കുന്നത്, അസ്സലാമു. പക്ഷേ വാക്കി ഇവിടെ എഴുതി തന്നിട്ടില്ല. നമുക്കറിയില്ലേ അസ്സലാമു? അതെ, അലൈക്കും. അതെങ്ങനെ എഴുതാം? ലാമ് പിന്നെ യാൻ്റെ 2 കുത്ത് സുക്കൂന് അലൈക്കും. അസ്സലാമു അലൈക്കും അങ്ങനെ എഴുതി കൊടുക്കുക. ചെറുതാക്കി എഴുതിയാൽ മതി. അത് ഫോണിലായതുകൊണ്ട് വലുതാക്കി എഴുതിയതാണ്. അസ്സലാമു അലൈക്കും. ഇതാണ് സലാം പറയുന്നതിൻ്റെ വചനം. ഉപ്പ അനസ്മോനോട് പറഞ്ഞത് അസ്സലാമു അലൈക്കും. ഇനി 2, അനസ്മോൻ സലാം അടക്കി. അപ്പോൾ സലാം അടക്കുമ്പോൾ നമ്മൾ എന്താണ് ചൊല്ലാറ്? വഅലൈക്കും മുസ്സലാം. അത് ഇവിടെ എഴുതി കൊടുക്കണം. വഅലൈക്കും മുസ്സലാം. വഅലൈക്കും മുസ്സലാം. വൃത്തിയിൽ എഴുതി കൊടുക്കണേ. വഅലൈക്കും മുസ്സലാം എന്ന് അവിടെ 2ാമത്തെ കള്ളിയിൽ എഴുതി കൊടുക്കുക. ഇനി 2ാമത്തെ പ്രവർത്തനം ചേർത്തെഴുതാം. ചേർത്തെഴുതേണ്ട രൂപം ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഓരോ കള്ളിയിലും ഓരോ പദങ്ങൾ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? 1ാമത്തെ കള്ളിയിലെ പദം എന്താണ്? പറയണം. 2, സ്നേഹിക്കണം. 3, അനുസരിക്കണം. 4, നിൽക്കണം. 5, ബഹുമാനിക്കണം. ഇതിനെ യോജിച്ചത് ഏത് കോളമാണെന്ന് കണ്ടെത്തുക. അതിനെ നേരെ എഴുതിയിട്ടുണ്ട്. 1ാമത്തത് മുതിർന്നവരെ. എന്താണ് ചെയ്യേണ്ടത്? ഇതിന്നെടുത്ത് എഴുതുക. മുതിർന്നവരെ അനുസരിക്കണം. ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടെടുത്ത് എഴുതുക. അനുസരിക്കണം. മുതിർന്നവരെ അനുസരിക്കണം. 2, ഉപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റു എന്താ ചെയ്യുക? നിൽക്കണം. ഉപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. അതെന്ത് ചെയ്യണം? ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നിൽക്കണം. 3, വലിയവരെ എന്താ ചെയ്യുക? ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കണം. അവസാനം കണ്ടില്ലേ? ഇതിങ്ങോട്ട് എടുത്ത് എഴുതുക. ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കണം. 4, ചെറിയവരെ എന്താ ചെയ്യുക? സ്നേഹിക്കണം. ചെറിയവരെ സ്നേഹിക്കണം. അത് ഇതിൻ്റെ നേരെടുത്ത് എഴുതുക. ഈ 2ാമത്തതാണ്, സ്നേഹിക്കണം. ഇനി അവസാനത്തത് 5ാമത്തത്
ചങ്ങാതിയെ കണ്ടാൽ സലാം പറയണം. ആകെ ഇനി ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, പറയണം. അതെന്ത് ചെയ്യുക, ലാസ്റ്റത്തെ ഈ കോളത്തിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ ചങ്ങാതിയെ കണ്ടാൽ സലാം പറയണം, ഇങ്ങോട്ട് എഴുതിയെടുക്കുക. ഇത് ശരിക്ക് കുട്ടികൾക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണിത്. കാരണം ഇവിടെ കണ്ടില്ലേ, ഓരോ കോളത്തിൻ്റെയും നിറത്തിനനുസരിച്ച് നമുക്ക് അതിൽ എഴുതി കൊടുത്താൽ മതി. ഇത് നീല നിറമാണ്, ഇത് കറുപ്പോ കാപ്പിയോ ഏതോ ഒന്നാണ്, അപ്പോൾ അത് ഇതിലേക്ക് എടുത്ത് എഴുതാം. ഇത് ഓറഞ്ചാണ്, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓറഞ്ചല്ല, റോസ്. ഇത് പച്ച, പച്ച ബോക്സിലേക്ക് എടുത്ത് എഴുതാം. നീല, കടുനീലയാണ്, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇങ്ങനെ സിമ്പിളായിട്ട് പ്രവർത്തനം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.